ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ ബഹുമാനപ്പെട്ട അച്ഛനെ കാണാനായിട്ട് വന്നതാണ്. അച്ഛൻ്റെ പേര് സജി മാത്യു. ദീർഘവർഷങ്ങളായി സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് സുവിശേഷ വേല ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വൈദികനാണ്. തനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ പങ്കുവയ്ക്കുവാനായിട്ടുണ്ട്. പ്രധാനമായിട്ടും CMC മെഡിക്കൽ കോളേജിൽ ഒരു ശുശ്രൂഷകനായി നിയമിക്കപ്പെട്ടപ്പോൾ അനേക ക്യാൻസർ രോഗികളെ കാണുവാനും അവരോട് ഒരുമിച്ച് സമയം ചെലവഴിക്കുവാനും അച്ഛനിടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അച്ഛനിൽ നിന്ന് നമുക്ക് വിലയേറിയ അനുഭവങ്ങൾ കേൾക്കാനായിട്ടുള്ള ഒരു നല്ല അവസരമാണ്. അച്ഛ, ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് അച്ഛനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സജി മാത്യു എന്നാണ്. ചെങ്ങന്നൂരിനടുത്ത് കലിശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ സ്വദേശം. മാതാപിതാക്കൾക്ക് ഞങ്ങൾ 5 മക്കളാണ്. 5-ൽ 4-മനാണ് ഞാൻ. ഓക്കെ. അച്ഛൻ ജനിച്ചു വളർന്നത് ഏത് സഭാവിഭാഗത്തിലാണ്? ഞാൻ ജനിച്ചതും വളർന്നതും ഇപ്പോൾ പ്രവർത്തിക്കുന്നതും സെയിൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയിലാണ്. ഓക്കെ. അച്ഛൻ ഈ ഒരു വൈദിക വേല അല്ലെങ്കിൽ സുവിശേഷ വേല തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? അതോടൊപ്പം അച്ഛൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഒരു അനുഭവം കൂടെ ഒന്ന് പങ്കുവെക്കും. ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ട്. അതുകൊണ്ട് ഒരു ആത്മീയ കാഴ്ചപ്പാട് എപ്പോഴും ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നു. ഞാൻ ചെറുപ്രായം മുതൽ വളർന്നു വരുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും 2 ഭാഗങ്ങളിൽ നിന്നുള്ള മാതാപിതാക്കളിൽ അവരും ഒക്കെ ഒരു സുവിശേഷ വേലയോട് തൽപരരായിരുന്നു. എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ ഞാനൊരു 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു അസുഖബാധിതനായി. എൻ്റെ വയറിൽ അൾസർ വന്ന് എൻ്റെ കുടൽ മുറിച്ച് മാറ്റുകയുണ്ടായി. അങ്ങനെ മരണത്തോട് തന്നെ ഏകദേശം മരണത്തിനടുത്ത് വരെ എത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. ആ സമയത്തൊക്കെ എൻ്റെ മാതാപിതാക്കളും എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒക്കെ ധാരാളം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ മാതാവ് അന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ പൈതലിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. അവൻ ആരോഗ്യത്തോടെ മടങ്ങി വരുവാണെങ്കിൽ കർത്താവിൻ്റെ വേലയിൽ അവനായിത്തീരും. അവനെ അതിനുവേണ്ടി ഞങ്ങൾ സമർപ്പിക്കും എന്ന് മാതാവിൻ്റെ പ്രത്യേകമായൊരു പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ ദൈവം എനിക്ക് അത്ഭുതകരമാകുന്ന സൗഖ്യം നൽകി. ഞാനൊരു ഓപ്പറേഷനൊക്കെ വിധേയനായെങ്കിലും 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. എന്നാൽ അതിനുശേഷം ദൈവം എന്നെ അത്ഭുതകരമായി സൗഖ്യമാക്കി. പിന്നീട് ഒരിക്കൽ പോലും ആ ഒരു പ്രയാസം എന്നെ നേരിട്ടില്ല. എന്നാൽ എൻ്റെ മാതാപിതാക്കളും എനിക്കുള്ള പ്രിയപ്പെട്ടവരും ഒക്കെ ഈ ഒരു കാര്യം എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള ആളാണ്. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തിരുവല്ലയിൽ വെച്ച സഭയുടെ സൺഡേ സ്കൂൾ പ്രവർത്തന ബോർഡിൻ്റെ വകയായി നടന്നൊരു സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ ആ സമ്മർ ക്യാമ്പിൽ വെച്ച് ഞാൻ എന്നെ പൂർണ്ണമായി കർത്താവിനെ സമർപ്പിച്ചു. കർത്താവിനെ ആ ഗ്രൂപ്പ് സ്റ്റഡിയിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുമെന്ന് തന്നെ ആ സൺഡേ സ്കൂൾ ക്യാമ്പിൽ വെച്ച് എന്നെ സമർപ്പിച്ചു. അന്ന് സൺഡേ സ്കൂൾ ക്യാമ്പിൻ്റെ ലീഡേഴ്സായിട്ട് വന്നത് ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിലെ ബെഞ്ചമിൻ സാറും ബെഞ്ചമിൻ സാറിൻ്റെ ഭാര്യയുമായിരുന്നു. അവരിന്നും കുമ്പനാട് താമസിക്കുന്നുണ്ട്. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. അവരൊരു മുഖാന്തരമായെങ്കിലും സഭയാണ് അതിനുള്ളൊരു സാഹചര്യവും അവസരവും ഒരുക്കി തന്നെ സഭയുടെ സൺഡേ സ്കൂൾ ക്യാമ്പ് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വഴിത്തിരിവിന് കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ മാതാപിതാക്കൾ എപ്പോഴും സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവൻ എന്നുള്ള ഒരു ചിന്ത എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ മനസ്സിലിടുകയും ചെറുപ്രായം മുതൽ തന്നെ ഞാൻ എന്നെ തന്നെ അതിനു വേണ്ടി ഒരുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അച്ഛൻ പഠിച്ചതും ഒക്കെ എവിടെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസം, പിന്നീട് തുടർന്നുള്ള വിദ്യാഭ്യാസമൊക്കെ? ഞാൻ 10-ാം ക്ലാസ് വരെ പഠിച്ചത് തിരുവല്ലയ്ക്കടുത്ത് തിരുമൂലയുള്ള സെൻറ്റ് തോമസ് സ്കൂളിലാണ്. 10-ാം ക്ലാസ് പഠിച്ചതിന് ശേഷം എനിക്ക് കോളേജിൽ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അന്ന് പ്രീ ഡിഗ്രിയാണ്. അന്ന് കോളേജിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും
ബൈബിൾ കോളേജിൽ പോയി പഠിക്കണമെന്നുള്ള താല്പര്യം അതിന് മുകളിലായി നിൽക്കുന്നുകൊണ്ടും അന്ന് അങ്ങനെ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ അവസരം എനിക്ക് ലഭിച്ചു. അന്ന് ജൂബിലി മെമ്മോറിയൽ ബൈബിൾ കോളേജ് മദ്രാസിൽ സഭയുടെ തുടങ്ങിയ കാലഘട്ടമായിരുന്നു. അതിൽ പോകണം, അവിടെ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയും എൻ്റെ മാതാവിൻ്റെ സഹോദരനായ ബാബു സാർ, കണ്ടമ്പേരൂർ ബാബു സാർ എന്ന് വിളിക്കുന്ന ബാബുച്ചായനോട് ഈ കാര്യങ്ങൾ പങ്കുവെക്കുകയും ബാബുച്ചായൻ്റെ ഉപദേശം കോളേജിൽ പോകണ്ട, ഉടൻ തന്നെ ബൈബിൾ കോളേജിൽ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ പോകണം എന്ന് നിർബന്ധിക്കുകയും അപ്രകാരം JMBCയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും അങ്ങനെ ഞാൻ JMBCയിൽ പഠിക്കുകയും ചെയ്തു. അങ്ങനെ BTH JMBCയിൽ പഠിച്ചു. JMBCയിൽ BTH 1989 മുതൽ 2003 വരെയുള്ള കാലഘട്ടത്തിലാണ്. രണ്ടാമത്തെ ബാച്ചാണ് JMBCയിലെ ഞാൻ. 1989 മുതൽ 93 വരെ. 93 വരെ, അതെ അല്ലേ? അതെ, 93 വരെ. 2003 അച്ഛൻ. സോറി 2000. ഓക്കെ. പിന്നീട് MD. പിന്നീട് സഭയുടെ സുവിശേഷ പ്രവർത്തന ബോർഡിൽ ഒരു സുവിശേഷകനായി ഞാൻ 93 ഏപ്രിൽ മുതൽ ജോയിൻ ചെയ്തു. അന്നത്തെ സഭയുടെ സുവിശേഷ പ്രവർത്തന ബോർഡിൻ്റെ സെക്രട്ടറി ആയിരുന്ന MI തോമസ് അച്ഛൻ എനിക്ക് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് തന്ന് കൂത്താട്ടുകുളത്തായിരുന്നു. കൂത്താട്ടുകുളത്ത് ഞാൻ പ്രവർത്തിക്കുകയും ചില മാസങ്ങൾക്ക് ശേഷം അവിടുന്ന് സഭയുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഹരിയാനയിലെ ഫരീദാബാദ് എന്ന സ്ഥലത്തേക്ക് എന്നെ നിയമിക്കുകയും ചെയ്തു. അവിടെയും നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഞാൻ സുവിശേഷ വേല ചെയ്യുകയും 1998 ഞാൻ മടങ്ങി ജൂബിലി മെമ്മോറിയൽ ബൈബിൾ കോളേജിൽ MD പഠനത്തിന് വേണ്ടി ചേരുകയും 2000 അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ BTHും കഴിഞ്ഞു, MDയും പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഇവാഞ്ചലിക്കൽ സഭയെക്കുറിച്ചും കൂടെ അച്ഛൻ 1-2 വാക്കുകളൊന്ന് പറയുവാണെങ്കിൽ നല്ലതായിരുന്നു. എന്താണ് ഇവാഞ്ചലിക്കൽ സഭ, അവരുടെ ഉപദേശങ്ങൾ, ഇപ്പോൾ സഭയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ കേൾവിക്കാർക്ക് അതൊരു സഭയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ളൊരു അവസരമായിരുന്നു. 1961 സഭ രൂപം കൊണ്ടത്. മർത്തോമാ സഭയിൽ നിന്ന് മാറി ഉപദേശങ്ങളിലുള്ള പ്രശ്നം നിമിത്തം, ആശയക്കുഴപ്പങ്ങൾ നിമിത്തം ഒരു കൂട്ടം ആൾക്കാർ അന്ന് ദൈവവചനത്തിന് വേണ്ടി നിലകൊണ്ട് തുടങ്ങിയ ഒരു സഭയാണ് സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ. സഭ രൂപം കൊണ്ടപ്പോഴും ഇന്നും നിലനിൽക്കുന്നതായിട്ടുള്ള 3 പ്രധാന സംഗതികളുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സഭ നൽകുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ വചനം 66 പുസ്തകമുള്ള ബൈബിളാണ് ഇതിൻ്റെ അടിസ്ഥാനം. വേറൊരു ഉപദേശങ്ങളും ഇതിനില്ല. 66 പുസ്തകത്തിൽ മാത്രമുള്ള അടിസ്ഥാനമുള്ള ദൈവവചനം. 2, അതുമൂലമുണ്ടാകുന്ന വിശുദ്ധ ജീവിതം. ദൈവവചനം പഠിക്കുന്നത് മൂലം ലഭിക്കുന്നതായിട്ടുള്ള ഒരു വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കണം. സഭയിലെ എല്ലാ വിശ്വാസികൾക്കും അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കണം. 3-ാമത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഭാരത സുവിശേഷീകരണമാണ്. സഭ ഏറ്റെടുത്തിരിക്കുന്ന വളരെ പ്രധാനമായ ഒരു കാര്യമാണ് സുവിശേഷ വേല. എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും കർത്താവിനെ അറിയിക്കുകയും രക്ഷിതാക്കളെ നേടുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളാണ് സഭ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാക്കി ഏറ്റെടുത്തുകൊണ്ട് സഭ മുൻപോട്ട് പോകുന്നത്. ഇന്ന് ഏതാണ്ട് 60 വർഷത്തിലധികമായി പിൻവിട്ട് കഴിയുമ്പോൾ സഭ കേരളത്തിന് വെളിയിലുള്ള മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും, ഏതാണ്ട് 20 സംസ്ഥാനങ്ങളിൽ സഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇന്ത്യയെ കൂടാതെ ബാഹ്യ ഇന്ത്യയിലും സഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഏതാണ്ട് 600ഓളം പ്രവർത്തകർ സഭയ്ക്കുന്നുണ്ട്. അതായത് ഈ ഇവാഞ്ചലിക്കൽ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഇവാഞ്ചലിക്കൽ സഭ ഒരു എപ്പിസ്കോപ്പൽ സഭയാണ്. ബിഷപ്പ്മാരാൽ ഭരണം നടത്തുന്ന സഭയാണ്. അപ്പോൾ വൈദികരുണ്ട്, അതോടൊപ്പം തന്നെ സുവിശേഷ പ്രവർത്തകരുമുണ്ട്, സേവനിമാരുമുണ്ട്. എപ്പിസ്കോപ്പൽ സഭയാണെങ്കിലും മറ്റ് യാക്കോബായ, മാർത്തോമ, CSI സഭകളെ പോലെ മറ്റ് പല രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല, ഈ അടുത്ത നാളുകളിലായിട്ട് മുഴുകൽ സ്നാനം സഭ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇവാഞ്ചലിക്കൽ സഭ എന്ന് പറയുന്നത്. എപ്പിസ്കോപ്പൽ സഭ ആണെങ്കിൽ കൂടി വളരെ ആത്മീകപരമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തുന്ന ഒരു സഭയായിട്ടാണ് എനിക്ക് ഈ ഇവാഞ്ചലിക്കൽ സഭയെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുമാത്രമല്ല, വിദേശ ഫണ്ടുകളൊക്കെ സ്വീകരിക്കാതെ ഭാരത സുവിശേഷീകരണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ്, അതല്ലേ? അതെ അതെ. അതിനെക്കുറിച്ചൊന്ന് പറയാം. സഭയിലെ അംഗങ്ങളാണ് ഈ സഭയെ
സാമ്പത്തികമായി സഹായിക്കുന്നത്. അത് സഭയിലെ ഇന്ത്യയിലുള്ളതും വിദേശത്ത് പോയി പാർക്കുന്നതായിട്ടുള്ള സഭാംഗങ്ങളാണ്. ഈ സഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന മുഴുവനും ഈ സഭാവിശ്വാസികൾ ഇതിനെ സാമ്പത്തികമായി സഹായിക്കുന്നതുകൊണ്ട് മാത്രമാണ്. സുവിശേഷ വേല വളരെ ശക്തമായി കേരളത്തിലും കേരളത്തിൻ്റെ വെളിയിലും ഈ സഭ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് സഭയിലെ വിശ്വാസികൾ മാത്രമാണ്. മറ്റൊരു ഫണ്ടുകളും സഭയ്ക്കില്ല. അച്ഛൻ ഏതാണ്ട് 2 ടേം സുവിശേഷ പ്രവർത്തന ബോർഡിൻ്റെ സെക്രട്ടറി ആയിട്ടും അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിട്ടും ഒക്കെ സേവനമനുഷ്ഠിച്ചു. ആ കാലഘട്ടങ്ങളിലുള്ള ഒരു സഭയുടെ വളർച്ചയും അച്ഛൻ്റെ പ്രവർത്തന മേഖലകളും ഒന്ന് വിവരിക്കാമോ? ഇവാഞ്ചലിക്ക സഭയെ സംബന്ധിച്ചോളം സുവിശേഷ വേല എന്ന് പറയുന്നത് ഇവാഞ്ചലിക്ക സഭയുടെ ഒരു ഹൃദയമാണ്. സുവിശേഷ വേലയെ മാറ്റി നിർത്തിയാൽ ഇവാഞ്ചലിക്ക സഭയ്ക്ക് ഒരു ജീവനില്ലെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ഇവാഞ്ചലിക്ക സഭയുടെ പ്രധാന ഒരു സംഘടനയാണ് സുവിശേഷ പ്രവർത്തന ബോർഡ്. സഭയുടെ എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഈ സുവിശേഷ പ്രവർത്തന ബോർഡാണ്. സുവിശേഷ പ്രവർത്തന ബോർഡിൻ്റെ കീഴിലാണ് ഈ സുവിശേഷരെല്ലാം പ്രവർത്തിക്കുന്നത്. കേരളത്തിലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിലും ഏതാണ്ട് 20 സംസ്ഥാനങ്ങളിൽ ഇന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. സുവിശേഷ വേലയും അതിനോട് അനുബന്ധിച്ച് സ്കൂളുകളും ഒക്കെ ഈ സഭയ്ക്കുന്നുണ്ട്. വളരെ ശക്തമായ രീതിയിൽ സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിലുള്ള പ്രവർത്തനങ്ങളിൽ ധാരാളം വിശ്വാസികൾ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ സഭയ്ക്ക് എത്ര ബിഷപ്പ്മാർ, വൈദികന്മാർ, അതുപോലെ സുവിശേഷകന്മാരുണ്ട്? 6 ബിഷപ്പ്മാരാണ്. അതിൽ 2 ബിഷപ്പ്മാർ മാത്രമേ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. മറ്റ് 4 ബിഷപ്പ്മാർ അവർ പെൻഷനായവരാണ്, റിട്ടയർഡ് ലൈഫ് ആണ്. ഏതാണ്ട് 160-ലധികമായുള്ള പട്ടക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഏതാണ്ട് 200-ലധികമായിട്ടുള്ള സുവിശേഷകർ കേരളത്തിൽ നിന്നുള്ളവരും തദ്ദേശരായിട്ടുള്ള അതാത് സ്ഥലങ്ങളിലുള്ള സുവിശേഷകരും പ്രവർത്തിക്കുന്നു. 40-ലധികം സേവനിമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഭാരത സുവിശേഷീകരണത്തിന് വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സഭയാണ് സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൻ്റെ ആസ്ഥാനം തിരുവല്ലായിൽ മഞ്ഞാടിയിലാണ് അതിൻ്റെ ആസ്ഥാനം. സഭയ്ക്ക് ബൈബിൾ സ്കൂളുകളുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളുകളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്. ഭവന നിർമ്മാണ പദ്ധതികളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സഭയുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ? എന്തൊക്കെയാണ്? സഭയ്ക്ക് 9 സ്കൂളുകളുണ്ട്. കേരളത്തിന് വെളിയിലാണ് ഈ 9 സ്കൂളുകളും. അത് പ്രവർത്തനം നടക്കുന്നു. അതുകൂടാതെ സഭയ്ക്ക് ഉള്ള പ്രവർത്തനങ്ങൾ, ഇവിടെ ബൈബിൾ കോളേജിൻ്റെ കാര്യം പറഞ്ഞു. മദ്രാസിൽ, ചെന്നൈയിൽ ബൈബിൾ കോളേജുണ്ട്. ഓൺലൈൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. ഹിന്ദി ബെൽറ്റിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ഈ കാര്യങ്ങൾ നടക്കുന്നു. ഇത് കൂടാതെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അടൂരിനടുത്ത് ഐവറുകാല എന്ന് പറയുന്ന സ്ഥലത്ത് സഭയുടെ യുവജന പ്രവർത്തന ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഒരു പാലിയേറ്റീവ് കെയർ ഉണ്ട്. ശ്രദ്ധ പാലിയേറ്റീവ് കെയർ എന്നാണ്. രോഗത്താൽ ഭാരപ്പെടുന്നവർ, ടെർമിനറി ഇല്ലായിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരെ ഈ കഴിഞ്ഞ ഒരു വർഷം ഏകദേശം 200-ൽ പരം ആൾക്കാരെ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്നു. റെവറൻഡ് ഡോക്ടർ ജോൺ മാത്യു അച്ഛനാണ് ആ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രവർത്തനമാണ് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് ഉള്ള ഒരു ഗൈഡൻസ് സെൻറ്റർ, ശാലേം ഗൈഡൻസ് സെൻറ്റർ എന്ന് പറയുന്ന ഗൈഡൻസ് സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. വെല്ലൂർ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന രോഗികൾക്ക് താമസിക്കുവാനും അവിടെ നിന്നുകൊണ്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റിന് പോകാനുമുള്ള സൗകര്യം സഭ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ ഹിന്ദി ബെൽറ്റ് മിഷൻ, ഹിന്ദി ബെൽറ്റിൻ്റെ മിഷൻ്റെ കീഴിൽ ഒറീസ മിഷൻ, ഇതിൻ്റെയൊക്കെ കീഴിൽ ബോയ്സ് ഹോമും ഒക്കെ പ്രവർത്തിക്കുന്നു. കുഞ്ഞുങ്ങളെ എടുത്ത് പഠിപ്പിക്കുന്ന പ്രക്രിയകളൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പം അച്ഛന് എന്തായാലും ഇവാഞ്ചലിൽ സഭയെക്കുറിച്ച് ഒരു ചെറിയ ഒരു ഏകദേശം ഒരു ഐഡിയ ലഭിച്ചു. ഇവാഞ്ചലിൽ സഭയെ സംബന്ധിച്ചിടത്തോളം 4 ബോർഡുകളാണ് അതിൻ്റെ അകത്ത്. അതായത് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് 4 ബോർഡുകളായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് സുവിശേഷ പ്രവർത്തന ബോർഡ്, മറ്റൊന്ന് യുവജന പ്രവർത്തന ബോർഡ്, അല്ലേ? അതെ. അടുത്തത് സഹോദരി സേവിനി സമാജം. അതിനുശേഷം അടുത്തതാണ് സൺഡേ സ്കൂൾ ബോർഡ്. അപ്പോൾ ഇങ്ങനെ ഇത് കൂടാതെ വേറെ ഒരു ബോർഡ് കൂടെ ഉണ്ട്, എഡ്യൂക്കേഷൻ ബോർഡ്. 5 ബോർഡുകളായിട്ട് പിന്നെ. അപ്പോൾ ഇതിന് 5 ബോർഡുകൾക്കും
സെക്രട്ടറിമാരുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന്. സുവിശേഷ പ്രവർത്തന ബോർഡ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ സുവിശേഷ പ്രവർത്തന ബോർഡാണ് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് വെളിയിൽ നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. റവറൻ മോൻസി വർഗീസും അതിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി റവറൻ ജോർജ് ജോസഫ് അച്ഛനും, ഇവർ രണ്ടുപേരുമാണ് അതിൻ്റെ സെക്രട്ടറിമാരായിട്ട് പ്രവർത്തിക്കുന്നത്. സേവന സമാജം സേവനിമാർ നമുക്ക് പണ്ടുള്ളത് അത്രയും ഇല്ലെങ്കിലും 40-അധികം സേവനിമാർ കേരളത്തിലും തമിഴ്നാട്ടിലുമായി പ്രവർത്തിക്കുന്നുണ്ട്. സേവന സമാജത്തിൻ്റെ സെക്രട്ടറി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ബോർഡ് നമ്മുടെ സ്കൂളുകൾ 9 സ്കൂളുകളുണ്ടല്ലോ, ഈ 9 സ്കൂളുകളുടെയും നേതൃത്വം കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ബോർഡാണ്. റവറൻ ഡോക്ടർ ജോസി വർഗീസ് ആണ് അതിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നത്. സൺഡേ സ്കൂൾ ബോർഡ് കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളാണ്. സൺഡേ സ്കൂൾ കരിക്കുലം ഉണ്ടാക്കി എല്ലാ ഇടവകയിലും സൺഡേ സ്കൂൾ ക്രമമായി നടക്കുവാനുള്ള പാഠ്യപദ്ധതി ഉണ്ടാക്കി സൺഡേ സ്കൂൾ നടക്കുന്നു. കൂടാതെ VBSഉം സൺഡേ സ്കൂൾ ക്യാമ്പുകളും കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള സൺഡേ സ്കൂൾ ക്ലബ്ബുകളും ഒക്കെ നടത്തുന്നുണ്ട്. സജി എബ്രഹാം അതിന് നേതൃത്വം നൽകുന്നു, റവറൻ സജി എബ്രഹാം. യൂത്ത് ബോർഡിൻ്റെ റവറൻ അനീഷ് തോമസ് ജോണാണ്. യൂത്ത് ബോർഡിൻ്റെ ചാപ്ലിനായിട്ട് അനീഷ് തോമസ് ജോൺ അച്ഛനും അതുപോലെ ബേസിൽ ജോർജും പ്രവർത്തിക്കുന്നു. യുവജനങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് അവർ നേതൃത്വം നൽകി വരുന്നത്. ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റ് സഭയെ സംബന്ധിച്ചോളം 6 ബിഷപ്പുമാരുണ്ട്. അതിൽ MK കോശി, ബിഷപ്പ് MK കോശി, അതുപോലെ റവറൻ ഡോക്ടർ TC ചെറിയാൻ ബിഷപ്പ്, പ്രിസൈഡിംഗ് ബിഷപ്പായിട്ട് ബിഷപ്പ് തോമസ് എബ്രഹാം, പ്രതിനിധി സഭയുടെ അധ്യക്ഷനായിട്ട് റൈറ്റ് റവറൻ ഡോക്ടർ എബ്രഹാം ചാക്കോ. മറ്റ് 2 റിട്ടയർഡ് ആയിട്ടുള്ള ബിഷപ്പ്മാരാണ് ബിഷപ്പ് ഡോക്ടർ CV മാത്യുവും ബിഷപ്പ് AI അലക്സാണ്ടറും. അങ്ങനെ 6 ബിഷപ്പ്മാരാണ് നിലവിൽ ഇവാഞ്ചലിസ്റ്റ് സഭയ്ക്കുള്ളത്. അപ്പോൾ അച്ഛൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ഏതൊക്കെ ഇടവകളിൽ അച്ഛൻ ശുശ്രൂഷയ്ക്ക് ഇരുന്നിട്ടുണ്ട്? ഞാൻ സുവിശേഷ വേലയിൽ ഇറങ്ങിയിട്ട് ഏകദേശം 30 വർഷത്തോളമായി. സുവിശേഷകനായിട്ടും അച്ഛനായിട്ടും കേരളത്തിന് വെളിയിൽ ബാഹ്യ ഇന്ത്യയിലും കേരളത്തിലും പ്രവർത്തിച്ചു. കേരളത്തിന് വെളിയിൽ ഹരിയാനയിലുള്ള ഫരീദാബാദിൽ, പിന്നീട് ഭോപ്പാൽ, ന്യൂ ബോംബെ, പിന്നെ ബോംബെയിൽ, അതുപോലെ തന്നെ ഹൈദരാബാദ്, പിന്നീട് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചാപ്ലിനായിട്ടും കേരളത്തിന് വെളിയിലിരുന്ന ഇടവുകൾ അതാണ്. ബാഹ്യ ഇന്ത്യയിൽ അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ ബെർഗൻഫീൽഡ് എന്ന് പറയുന്ന ഇടവകയിലും ഞാൻ ശുശ്രൂഷയ്ക്കുണ്ടായി. അതിനുശേഷം കേരളത്തിൽ വന്ന് കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ അയിരൂരും, പിന്നീട് ഇടയാറുമുളയും കുമ്പനാടും, ആലപ്പുഴയ്ക്കടുത്ത് ചേന്നങ്കേരി, ഇപ്പോൾ അടൂരും കൊട്ടാരക്കരയ്ക്കടുത്ത് കൊളക്കട ഏഴംകുളം എന്നീ ഇടവുകൾ ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ ഈ ബാഹ്യ കേരളത്തിൽ, അതായത് നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളിൽ അച്ഛനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള 1-2 കാര്യങ്ങളൊന്ന് പറയാമോ? അവിടുത്തെ പ്രവർത്തന രീതികളെക്കുറിച്ചും. കേരളത്തിന് വെളിയിൽ ഞാൻ പ്രവർത്തിച്ചപ്പോഴൊക്കെ കൂടുതലും ഇടവക ബേസ് ചെയ്തായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. സെൻറ് തോമസ് ഇവാഞ്ചലിസ്റ്റ് ചർച്ച് ഓഫ് ഇന്ത്യയുടെ ഇടവകൾ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. ആ ഇടവകളോട് ചേർന്നുള്ള ഇടവക ശുശ്രൂഷകളാണ് കൂടുതലും ചെയ്തത്. എന്നാൽ ഞാൻ സുവിശേഷ പ്രവർത്തന ബോർഡിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുമായിരുന്ന കാലഘട്ടങ്ങളിൽ സഭയുടെ മിക്കവാറും മിഷൻ ഫീൽഡുകൾ സന്ദർശിക്കാനായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചു. അത് വളരെ പ്രചോദനകരമായ കാര്യങ്ങളായിരുന്നു. ബീഹാറിലും ഒറീസയിലും ഗുജറാത്തിലും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഒറീസയിൽ ആദിവാസികളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ അവരെ ദൈവവേലയിലേക്കും അവിടുന്ന് തന്നെ ദൈവവേലയിലേക്ക് ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്നവരെ കാണാൻ കഴിഞ്ഞത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ഗുജറാത്തിലും ആദിവാസികളുടെ ഇടയിലുള്ള പ്രവർത്തനം, ബീഹാറിലൊക്കെ ആൾക്കാർ വളരെ റിസപ്റ്റീവായിട്ട് അവിടെയുള്ള വിശ്വാസികൾ തന്നെ മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുന്ന കാഴ്ച വളരെ എൻകറേജ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലും എൻ്റെ പ്രവർത്തനത്തിലും എന്നെ വളരെയധികം സ്വാധീനം ചെയ്തതാണ് ഈ മിഷൻ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് തമിഴ്നാട്ടിലെ പളനി എന്ന് പറയുന്ന സ്ഥലത്തുള്ള സഭയുടെ പ്രവർത്തനങ്ങൾ. അവിടുത്തെ വിശ്വാസികളെയൊക്കെ സന്ദർശിക്കുമ്പോൾ സാധാരണ ആൾക്കാരാണ്, വളരെ സാധാരണ ആൾക്കാരാണെങ്കിലും ദൈവത്തോടും ദൈവിക വേലയോടുമുള്ള അവരുടെ പ്രതിപത്തികളൊക്കെ
നമ്മൾ 2000 വർഷമായിട്ട് പാരമ്പര്യം പറയുന്നവർ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. ഓക്കെ, അച്ഛൻ ഈ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചാപ്ലൈനായിട്ട് പ്രവർത്തിച്ചല്ലോ. അന്നേരം അവിടെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഈ ക്യാൻസർ രോഗികളെ കാണുന്നു, അവരുടെ അടുത്തുള്ള ശുശ്രൂഷകൾ, ഇങ്ങനെയുള്ള ഒരു പ്രവർത്തന മേഖലകളിൽ അച്ഛൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ഈ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരോട് അവരുടെ ആ വികാരങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ആകുലതകൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് അച്ഛന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ? എൻ്റെ ഈ 30 വർഷത്തെ സുവിശേഷ വേലയിൽ ഒരു ഗോൾഡൻ ഇറയാണ് 4 വർഷക്കാലം ഞാൻ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ ചാപ്ലിനായിട്ടിരുന്നത്. മറ്റുള്ള പ്രവർത്തനങ്ങൾ മോശമായിരുന്നു എന്നല്ല അതിനർത്ഥം. എന്നെ തന്നെ കൂടുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുത്തുവാനും കർത്താവിന് പ്രയോജനമുള്ളവനായി തീർക്കുവാനും കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ എൻ്റെ പ്രവർത്തനങ്ങൾ. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ ഒരു ചാപ്ലിനായിട്ട് പോകണമെന്നുള്ള ഒരാഗ്രഹം ഒരിക്കലും എൻ്റെ മനസ്സിലില്ലായിരുന്നു. എന്നാൽ ആശുപത്രി മിനിസ്ട്രിയോട് എനിക്ക് എന്നും താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ സഭ എന്നെ പട്ടക്കാരനായിട്ട് വിളിച്ച് പട്ടക്കാരന് വേണ്ടിയുള്ള ട്രെയിനിങ്ങിന് സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മാസഡോണിയൻ കോൾ പോലെ എനിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. സഭയും ഇന്ത്യൻ വിശ്വാസ സമൂഹമൊക്കെ ഏറ്റവും ബഹുമാന്യനായ PT ചാണ്ടപ്പിള്ളയച്ചനാണ്. PT ചാണ്ടപ്പിള്ളയച്ചൻ എന്നെ ഫോണിൽ വിളിക്കുകയും, ഞാൻ തിരുവല്ലയിലെ മഞ്ഞാടി ഹെഡ് ഓഫീസിലായിരുന്നു, അവിടുത്തെ ഫോണിലാണ് വിളിച്ചിട്ട് PT ചാണ്ടപ്പിള്ളയച്ചൻ എന്നോട് ചോദിച്ചു, ഒരു ആശുപത്രി മിനിസ്ട്രി പോകാൻ തയ്യാറാണോ എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, എനിക്ക് ആശുപത്രി പോയി ഒരു ശുശ്രൂഷ ചെയ്യുന്ന താല്പര്യമാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സജി അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഒരു അവസരം ഒരുപക്ഷെ നമുക്ക് ലഭിക്കുവാണെങ്കിൽ അതിനുവേണ്ടി പോകാൻ തയ്യാറാകണം എന്ന്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. സഭ എന്നെ പട്ടക്കാരനാക്കി ഹൈദരാബാദിൽ അവിടുത്തെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രവർത്തനത്തിന് വേണ്ടി വിട്ട സമയത്താണ് വെല്ലൂരിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നതും. അങ്ങനെ ഞാൻ അവിടെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചാപ്ലിനായിട്ട് തീരുന്നു. ചാപ്ലിനായിട്ട് 4 വർഷക്കാലം ഞാൻ പ്രവർത്തിച്ചത് ബ്ലഡ് ക്യാൻസർ പേഷ്യൻസിൻ്റെ ഇടയിലാണ് എൻ്റെ പ്രധാനമായ പ്രവർത്തനങ്ങൾ നടന്നത്. എല്ലാ ദിവസവും ഈ രോഗികളെ പോയി കാണണം. ഒരു 10-60 രോഗികളുണ്ടായിരിക്കാം വാർഡിൽ. ആ വാർഡിലുള്ള രോഗികളെ പോയി കാണണം, അവരോട് സംസാരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കൗൺസിലിംഗ് ചെയ്യണം, അവരുടെ കൂടുള്ളതായിട്ടുള്ള ബന്ധുമിത്രാദികളെയും കൗൺസിൽ ചെയ്യണം. ഇതാണ് ഒരു പ്രധാന ശുശ്രൂഷ. മറ്റ് പല ശുശ്രൂഷകളുണ്ടെങ്കിൽ ഒരു പ്രധാന ശുശ്രൂഷ എനിക്കതായിരുന്നു. പല സഭയിൽപ്പെട്ടവർ, പല മതത്തിൽപ്പെട്ടവർ, പല വിശ്വാസത്തിൽപ്പെട്ടവർ, പല ഭാഷയിൽപ്പെട്ടവർ, അതുപോലെ തന്നെ പല രാജ്യത്തു നിന്നുള്ളവർ, അങ്ങനെ സമ്മിശ്രമായ ഒരു കൂട്ടം ആൾക്കാരാണ് വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്നത്. ഇവർക്കെല്ലാവർക്കും വേണ്ടത് ദൈവത്തെ വേണം, സൗഖ്യമാക്കുന്ന ദൈവത്തെ വേണം. അത് അവർക്ക് അറിയത്തില്ല എങ്ങനെ പറയണമെന്ന്, ആരാണെന്നറിയത്തില്ല. അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരാൾ അവിടെ ചെന്ന് അവരോട് സംസാരിക്കുന്നതും ആശ്വാസ വാക്കുകൾ പറയുന്നതും ഒരു പ്രത്യാശ പകർന്നു കൊടുക്കുന്നതും അവരെ സംബന്ധിച്ചോളം വളരെ വലിയതായിട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ അനവധി ആൾക്കാരെ കാണുവാനും അനവധി ആൾക്കാരോട് ഈ ദൈവസ്നേഹം പങ്കിടുവാനും കർത്താവിൽ കൂടുള്ള സൗഖ്യത്തെക്കുറിച്ച് പറയാനായിട്ടും കഴിഞ്ഞത് വെല്ലൂർ മെഡിക്കൽ കോളേജിലെ പ്രവർത്തനമാണ് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. അവിടെ അച്ഛനെ ഏറ്റവും അധികം സ്വാധീനിച്ച 1-2 കാര്യങ്ങളൊന്നും പറയാമോ? മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും അധികം മറക്കാനാവാത്ത, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനെ 1-2 കാര്യങ്ങളൊന്ന് പറയാമോ? ധാരാളം അനുഭവങ്ങളുണ്ട്. ഒരനുഭവം, ഞാൻ ഒരിക്കൽ എൻ്റെ വാർഡിൽ, ക്യാൻസർ വാർഡിൽ ഞാൻ സന്ദർശിക്കാൻ പോയപ്പോൾ പുതുതായിട്ട് വന്ന ഏതാണ്ട് ഒരു 65 വയസ്സുള്ള ഒരു മനുഷ്യനെയാണ് കാണുന്നത്. ഞാൻ അദ്ദേഹത്തെ ചെന്ന് ഗ്രീറ്റ് ചെയ്തു. അദ്ദേഹം ഒരു ഡോക്ടറാണ്, ചെന്നൈയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതാണ്. അദ്ദേഹത്തിന് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ക്യാൻസർ രോഗം പിടിച്ച് അവിടെ ട്രീറ്റ്മെൻറ്റ് വന്നതാണ്. ഞാൻ അദ്ദേഹത്തെ വിഷ് ചെയ്തു. ഞാൻ ഇങ്ങനെ ഇവിടെ പ്രവർത്തിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം
എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളാണ്, അങ്ങനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വലിയൊരു നിയമമുണ്ട്, അവരോട് ചോദിക്കണം പ്രാർത്ഥിക്കാമോ എന്ന്. അവരനുവദിക്കുവാണെങ്കിൽ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാറായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അദ്ദേഹത്തിൻ്റെ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കി അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹത്തെ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ വന്നു. ഏതാണ്ട് ക്യാൻസർ രോഗികൾ അവിടെ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ, കീമോതെറാപ്പിക്കൊക്കെ വരുമ്പോൾ ഏകദേശം 1 വർഷത്തോളം, 1-ൽ കൂടുതൽ വർഷമായിട്ട് അവർ അവിടെ അഡ്മിറ്റ് ആകുകയും വെളിയിൽ പോയി താമസിക്കുകയും വീണ്ടും വരികയും ഒക്കെ ചെയ്യും. ഞാൻ സ്ഥിരമായി ഇദ്ദേഹത്തെ കാണാറായിട്ടുണ്ടായിരുന്നെങ്കിലും പ്രാർത്ഥിക്കാറില്ലായിരുന്നു. അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളായതുകൊണ്ട്, അദ്ദേഹം അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട്. എന്നാൽ ഒരിക്കൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തെ ചെന്നപ്പോൾ പതിവിലും വിപരീതമായി അദ്ദേഹത്തെ എന്നോടുള്ള പ്രതികരണം വ്യത്യസ്തമായിരുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് അദ്ദേഹം പല കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചതായിട്ടുള്ള വലിയ ശക്തമായൊരു ചോദ്യം എന്നോട് ചോദിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചാൽ, നിങ്ങളെല്ലാ ദിവസവും ഇവിടെ വന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലോ, എത്ര രോഗികൾ സൗഖ്യമായിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടെ? അത് ശരിക്കും ഒരാൾ എന്നെ കുത്തുന്ന പോലെ, ഒരു വാളെടുത്ത് കുത്തുന്ന പോലാണ് തോന്നിയത്. കാരണം എൻ്റെ ഡയറിയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചതും അവിടെ ട്രീറ്റ്മെൻറ്റ് വന്ന് ഈ ക്യാൻസർ രോഗത്തിൽ ട്രീറ്റ്മെൻറ്റിൽ വന്നിട്ടുള്ളതിൽ ഒരു നല്ല ശതമാനം ആൾക്കാരും മരിച്ചുപോയി. നല്ല ശതമാനം ആൾക്കാരും മരിച്ചു പോയതാണ്. ആ രീതിയിൽ ഒരു അത്ഭുത സൗഖ്യം നൽകിയെന്ന് പറയാൻ തക്കവണ്ണമുള്ള ഒരാളെ പോലും എനിക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ ആകെ വിഷമിച്ചു പോയി. ഞാൻ അവിടെ നിന്ന് മനസ്സിൽ പറഞ്ഞു, കർത്താവേ എനിക്കൊരു ഉത്തരം തരണമേ, എന്താണ് ഞാൻ ഇദ്ദേഹത്തിന് ഉത്തരം കൊടുക്കേണ്ടത്? അപ്പോൾ ദൈവം എനിക്ക് തന്നൊരു ഉത്തരമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചിലപ്പോൾ മരണം ഒരു ഉത്തരമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ അത് വളരെ ഞെട്ടിപ്പിച്ചു. എൻ്റെ ഉത്തരം മരണം ഉത്തരവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം എന്നെ വിളിക്കാത്തത്? അദ്ദേഹം അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ദൈവം എന്നുള്ളൊരു പദം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നല്ലോ. നിരീശ്വരവാദിയായ ഒരാളുടെ മനസ്സിലേക്ക് വന്നൊരു പദമാണ് ദൈവം എന്തുകൊണ്ട് എന്നെ വിളിക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അത് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അന്നേരം അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം ഓരോരുത്തർക്കും ഓരോ ആയുസ് വെച്ചിട്ടുണ്ട്. ദൈവം ആ ആയുസ്സിനുള്ളിൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ദൈവം നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടേ ദൈവം വിളിക്കത്തുള്ളൂ. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, യു ആർ റൈറ്റ്, എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നോട് പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞ മനുഷ്യനാണ് ചില മാസങ്ങൾക്ക് മുമ്പ്. ഉടനെ അദ്ദേഹം പറയുവാണ്, എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനൊരു ഡോക്ടറാണ്, എൻ്റെ പേഷ്യൻസ് ആയിട്ടുള്ളവർ പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. ദൈവം പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമാണ്. എനിക്കൊരു അവസരം കിട്ടിയതാണ് അദ്ദേഹത്തോട് സുവിശേഷം പങ്കുവെക്കാൻ. ഞാൻ ഇദ്ദേഹത്തോട് സുവിശേഷം പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നിറകണ്ണുകളോട് എന്നോട് പറഞ്ഞു, എനിക്കൊരു ബൈബിൾ തരാമോ, എനിക്ക് വായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ വേഗം ഓടി എൻ്റെ റൂമിൽ പോയി ഞാൻ സൂക്ഷിച്ചിരുന്ന ഗിദെയോൻസ് ബൈബിൾ, ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, ഒരു ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വായിച്ചാട്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ആദ്യമായിട്ട് അദ്ദേഹത്തിന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയിട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തെ വീണ്ടും കാണാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം എന്നോട് കണ്ടുടനെ വളരെ മുഖപ്രസാദമുള്ള ആളായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ തന്ന ബൈബിൾ മുഴുവൻ വായിച്ചു. എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസാക്കി. ഒരു കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ശരീരത്തിൽ വളരെ ക്ഷീണമുള്ള മനുഷ്യൻ, കണ്ണുകൾക്കും മസിലുകൾക്കും ബലക്കുറവുള്ള മനുഷ്യൻ, പക്ഷേ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് വായിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുന്ന സംഭവം എന്നെ ഭയങ്കരമായിട്ട് ത്രില്ല് ചെയ്തു. അത് മറക്കാനാവാത്തൊരു സംഭവമാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനെക്കുറിച്ച് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവവും ദൈവവചനവും ദൈവമക്കളും വളരെ പെട്ടെന്ന് സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അച്ഛൻ ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ പ്രധാനമായി എൻ്റെ ഇടവക ശുശ്രൂഷകൾ മാത്രമാണ് ചെയ്യുന്നത്. എനിക്ക് സഭ നിയമിച്ച് തന്നിരിക്കുന്ന 2 ഇടവകളുണ്ട്. അത് സതേൺ ഡയസിസിലാണ്. സഭയുടെ സതേൺ ഡയസിസിലുള്ള അടൂരിനടുത്ത് ഏഴംകുളവും അതുപോലെ കൊട്ടാരക്കരയ്ക്കടുത്ത് കൊളക്കട എന്ന് പറയുന്ന 2 ഇടവകളിലെ ഇടവക ശുശ്രൂഷ വികാരിയായിട്ട് ഉണ്ട്. ഇടവകയിലെ ശുശ്രൂഷകളാണ്. ഇടവക വിശ്വാസികളെ സന്ദർശിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ പ്രാർത്ഥിക്കുകയും അവിടെ പ്രാർത്ഥനയും ബൈബിൾ സ്റ്റഡിയും
ഒക്കെയാണ് പ്രധാനമായി ഞാൻ ഇനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അച്ഛൻ്റെ ഒരു ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഞാനൊരു സഭയുടെ പ്രവർത്തനം ആയതുകൊണ്ട് സഭ എന്നെ എവിടെ നിയമിക്കുന്നു അവിടെ പോയി സുവിശേഷ വേല ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. എന്നാൽ എനിക്ക് എപ്പോഴുള്ളൊരു ആഗ്രഹം ദൈവവചനം ഞാൻ എവിടെ പോയാലും അവിടെയുള്ള ആൾക്കാരെ ദൈവത്തിൻ്റെ വചനം നല്ലതായിട്ട് പഠിപ്പിക്കണമെന്നുണ്ട്. എല്ലാവരും ദൈവത്തെ അറിയുന്നവരായിരിക്കണം, ദൈവത്തെക്കുറിച്ചല്ല, ദൈവത്തെ നല്ലവണ്ണം അറിയണം. അതുകൊണ്ട് ദൈവവചനം വളരെ ശക്തമായിട്ട് അവരുടെ ഉള്ളങ്ങളിൽ കൊടുക്കണം, പഠിപ്പിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പോകുന്ന എൻ്റെ എല്ലാ മിനിസ്ട്രിയിലും ഞാൻ ദൈവവചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു, പഠിപ്പിക്കണം. അതാണ് എൻ്റെ വലിയ ആഗ്രഹം. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയോട് അച്ഛൻ്റെ ഇത്രയും നാളത്തെ ഈ 30 വർഷത്തെ അനുഭവം വെച്ച് പുതുതായി സുവിശേഷ വേലയിലേക്ക് ഇറങ്ങിയിട്ടുള്ളവരോട് അല്ലെങ്കിൽ സുവിശേഷ വേലയിൽ നിൽക്കുന്നവരോട് അച്ഛന് പറയാനുള്ള ഒരു സന്ദേശം എന്താണ് ജീവിതവുമായി ബന്ധപ്പെട്ട്? ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് സുവിശേഷ വേലയിൽ ഇറങ്ങി വളരെ പരിമിതമായ അറിവും പഠനവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വേലയിൽ ഞാൻ ഇറങ്ങി സമർപ്പിക്കപ്പെട്ടതുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ കർത്താവിന് ഒരു ഉപയോഗമുള്ളവനായി തീരുവാനായിട്ട് കഴിഞ്ഞു. അതാണ് വളരെ പ്രധാനം. ഒന്ന്, നമ്മൾ സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം, ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം. ദൈവവേല ഒരു പ്രൊഫഷൻ അല്ല, മറ്റൊരു ജോലി ചെയ്യുന്ന പോലെ ആണെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു പ്രവർത്തകരും ഇറങ്ങി വരരുത്, അത് വിജയമായി തീരത്തില്ല. ഇതൊരു സമർപ്പണമാണ്, ഒരു നല്ലൊരു സമർപ്പണം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ദൈവവചനം നല്ലതായിട്ട് നാം പഠിക്കണം, നാം പഠിപ്പിക്കണം. ദൈവവചനം പഠിച്ചെങ്കിലേ പഠിപ്പിക്കാനായിട്ടൊക്കത്തുള്ളൂ. അപ്പം ദൈവവചനത്തിനോട് എപ്പോഴും ഒരു കൂറുണ്ടായിരിക്കണം. സമർപ്പണം, ദൈവവചനത്തിനോടൊരു കൂറ്, ദൈവം നമ്മളെ വിളിച്ചതാണെന്നുള്ള എപ്പോഴൊരു ഓർമ്മ, നമ്മളെ ഉയർത്തിക്കാണിക്കാനായിട്ടും അതുപോലെ തന്നെ സ്വയം ആദായത്തിനുള്ളൊരു മാർഗമായിട്ടും ഇതിനെ കാണാതെ കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് വളരെ സൗമ്യതയോട് നിർവഹിക്കുമ്പോൾ ദൈവം നമ്മളെ ഉപയോഗിക്കും. അതാണ് ഏറ്റവും പ്രധാനം. വിശ്വാസികളോട് എന്താണ് അച്ഛൻ ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? പൊതുവേ നമ്മുടെ വിശ്വാസികളൊക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ്, വേദനകൾ അനുഭവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു വിശ്വാസികളോട് അച്ഛൻ്റെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്, നമുക്കറിയാം. എന്താണ് അച്ഛന് പറയാനായിട്ടുള്ളത്? നമ്മുടെ ഈ ലോക ജീവിതം ഒരിക്കലും പൂർണ്ണമായിട്ടും ഒരു കഷ്ടതയില്ലാത്ത ജീവിതമല്ല. എല്ലാ ദിവസവും നമ്മുടെ ജീവിതം കഷ്ടതയും വെല്ലുവിളികളും ഒത്തിരി അനിശ്ചിതത്വമുള്ള ഒരു ലോകത്തിൽ നാം ജീവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിത അവസാനം വരെ ഇതെല്ലാം കാണും. ഇതില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്ന ഒരു സുവിശേഷം പറയാൻ എനിക്കറിയത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുക, യേശുക്രിസ്തുവിനോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ നീക്കുപോക്കുകൾ നൽകുവാൻ കർത്താവിന് കഴിയും. അതായത് കർത്താവിനെ അറിയുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ അവനെ നല്ലവണ്ണം നാം അറിയണം. കർത്താവിനെ അറിഞ്ഞ് കർത്താവിൽ പ്രത്യാശ വെച്ച് നാം ജീവിക്കുവാണെങ്കിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയും. ഏത് പ്രതിസന്ധികളും മാറത്തില്ലായിരിക്കാം, പക്ഷെ അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യുവാൻ ദൈവകൃപയും ദൈവശക്തിയും ദൈവ സാന്നിധ്യവും ദൈവം നമുക്ക് തരും. അതുകൊണ്ട് യേശുക്രിസ്തുവിനോട് കൂറുള്ളവരായി തീരുക, ഒരു അഭേദ്യമായ ബന്ധം. ഇന്നത് കുറയുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ വിശ്വാസികളും വിശ്വാസികളാണെന്നും കർത്താവിനെ ആരാധിക്കുന്നെന്നും പ്രാർത്ഥിക്കുന്നെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും കർത്താവിനോടൊരു നല്ല കൂറുള്ളവരായിട്ട് വളരെ കുറവ് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെയൊന്നും ഉണ്ടാകണം. അതാണ് ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യം. അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ ആരാണ്? അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സുവിശേഷകൻ? ഒരാളെ മാത്രമായിട്ട് എനിക്ക് പറയാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കാം. എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഒത്തിരി പേരുണ്ട്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അമ്മയുടെ അമ്മ, എൻ്റെ വല്യമ്മച്ചി എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ അമ്മാച്ചൻ കണ്ടംപേര് ബാവിച്ചായൻ എൻ്റെ ആത്മീയ ഗുരുക്കന്മാരിൽ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ വളർന്നു വന്നപ്പോൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഞാൻ അന്ന് കൊച്ചു പയ്യനായി എൻ്റെ ഇടവകയിൽ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകർ, എൻ്റെ സഭയിൽ എൻ്റെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യാൻ വന്ന അച്ഛന്മാരും സുവിശേഷകരും ഒക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്.
എന്നാൽ വളർന്നു വരുമ്പോൾ എന്നെ സ്വാധീനിച്ച ഒരാളാണ് എൻ്റെ അമ്മാച്ചൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എന്നെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിയാണ് പി.ടി. ചാണ്ടപ്പിള്ള അച്ഛൻ. അതുപോലെ ബിഷപ്പ് ഡോക്ടർ C.V. മാത്യു എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. ഈ സഭയിലെ മുതിർന്ന പല പട്ടക്കാരും, ഒരാളെ പ്രത്യേകമായി എടുത്തു പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലും മറ്റു പല പട്ടക്കാരും എന്നെ വളരെയധികം സ്വാധീനിച്ചാണ്. ഈ സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാം നിന്നുകൊണ്ട് അവർ ഈ സഭയെ നയിക്കുന്നതും അവരുടെ സമർപ്പണവും ഒക്കെ കണ്ടു വളർന്ന പിന്നുള്ള തലമുറയിലെ ഒരു പ്രവർത്തനമായതുകൊണ്ട് ഇവരൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തി. സ്നേഹപുരം ബാബുച്ചായൻ അച്ഛനെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വ്യക്തിയാണല്ലോ. എന്താണ് ഈ ബാബു സാറിൻ്റെ ആ ജീവിതവുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്താണ് അച്ഛന് പഠിക്കാനായിട്ട് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ? ബാബുച്ചായൻ എൻ്റെ മാതാവിൻ്റെ സഹോദരനാണ്. അതുകൊണ്ട് ബാബുച്ചാൻ്റെ ജീവിതത്തിലെ 2 വശങ്ങൾ കണ്ട ഒരാളാണ് ഞാൻ. അങ്ങനെ പറയുമ്പോൾ എൻ്റെ ചെറുപ്രായത്തിൽ കുഞ്ഞിലേ മുതൽ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ബാബുച്ചായൻ, അന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ വരുമ്പോൾ ഞാൻ എൻ്റെ അമ്മ വീട്ടിലുമൊക്കെ പോകുമ്പോൾ ബാബുച്ചായൻ ഒരു ഭീകര മനുഷ്യനാണ്. അതായത് ഈ ലോക ഇമ്പങ്ങളിൽ കൂടെ ജീവിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു ഭീകരനായിട്ടാണ് വീട്ടിൽ ഞങ്ങളുടെ ഭവനങ്ങളിലൊക്കെ അദ്ദേഹം വരുമ്പോൾ, അദ്ദേഹം മദ്യപിച്ചുമൊക്കെ വീട്ടിൽ വരുന്നു കാണുമ്പോൾ ഞങ്ങൾ പേടിച്ച് പോയി ഒളിച്ചിരിക്കുമായിരുന്നു. അദ്ദേഹത്തെ മുൻപിൽ വന്ന് നിൽക്കാൻ മടിയുള്ള ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ മറ്റേ വശം എന്ന് പറയുന്നത് കർത്താവിനാൽ പിടിക്കപ്പെട്ടവനായി കർത്താവിൻ്റെ ഒരു ദാസനായി തീർന്ന കണ്ടംപേരൂർ ബാബുച്ചായൻ, അല്ലെങ്കിൽ സ്നേഹപുരം ബാബുച്ചായൻ എന്നും ബാബു സാർ എന്നും വിളിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് എന്നെ സ്വാധീനിച്ചത്. ഈ 2 വശങ്ങളും അറിയാവുന്നത് കൊണ്ട് എന്നെ വളരെയധികം സ്വാധീനിച്ചു. കർത്താവിന് വേണ്ടി വളരെ എരിവുള്ളവനായ ഒരു വ്യക്തിയെ ഞാൻ കാണുകയായിരുന്നു. എൻ്റെ ചെറു ജീവിതത്തിൽ കണ്ട ഭീകരനായ ബാബുച്ചായനും, എന്നാൽ ഞാൻ വളർന്നു വന്നുകൊണ്ട് എൻ്റെ കൗമാരപ്രായം മുതൽ ഞാൻ വളർന്നു വരുമ്പോൾ ഞാൻ കണ്ടതായിട്ടുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ, കർത്താവിന് വേണ്ടി വളരെ എരിവുള്ളവനായ ഒരു ദാസനായ ബാബുച്ചായൻ, അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ ഒക്കെ വളരെയധികം സ്വാധീനിച്ചത് ഒരു കാരണമാണ് ഞാൻ കർത്താവിൻ്റെ വേലയിൽ നിൽക്കാൻ എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പ്രവർത്തന മേഖലകൾ, അദ്ദേഹത്തിൻ്റെ കൂടെ ധാരാളം പ്രാർത്ഥനകൾക്കൊക്കെ പങ്കെടുക്കാനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ അവധിക്കാലങ്ങളിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അവധിക്കാലങ്ങളിൽ പോയി പാർക്കുന്ന എൻ്റെ 2 മാസത്തോളം എൻ്റെ മാതാവിൻ്റെ വീട്ടിലാണ്, റാന്നിയിലാണ്. അവിടെ പോയി പാർക്കുമ്പോൾ എൻ്റെ അമ്മച്ചിയും ബാബുച്ചാനും നിർബന്ധമായിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് വാക്യങ്ങൾ പഠിക്കണം. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ കാണാതെ പഠിച്ച് എഴുതി ബാബുച്ചായൻ്റെ കൊടുക്കണമായിരുന്നു. അത്ര നിർബന്ധമായിട്ട് ദൈവവചനം വായിപ്പിക്കുകയും അത് കാണാതെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. ആ അവധി ദിവസങ്ങളിലൊക്കെ കളിക്കാൻ പോകാനൊരു സാധ്യതയുമില്ലായിരുന്നു. നിർബന്ധമായിരുന്നു. ബാബുച്ചായൻ ഓരോ അധ്യായം തന്നിട്ട് പറയും, ഇന്നിത് വായിക്കണം, ഇത് പഠിക്കണം, ഇന്ന വാക്യങ്ങൾ പഠിക്കണം, തിരിച്ചു വരുമ്പോൾ ഞാൻ ചോദിക്കും. അതുകൊണ്ട് അത് നിർബന്ധപൂർവ്വം പഠിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ ഇത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ശൈലി, ഉപവാസം, മറ്റുള്ളവരെ സഹായിക്കുന്നു. എത്രയോ ആൾക്കാരെ അദ്ദേഹം സഹായിക്കുന്നതാണ്. എത്രയോ പേര് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മൂലം ഇന്ന് കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നു. ഇവാഞ്ചലിക്ക സഭയിൽ ഉൾപ്പെടെ മറ്റ് സഭകളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ വേലയിൽ നിൽക്കും. ഇതൊക്കെ ഞാൻ കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് യാതൊരു മടിയും സംശയമില്ലാതെ പറയാം, വളരെ സ്വാധീനിച്ച പട്ടികയിൽ ഉള്ള ഒരാളാണ് കണ്ടംപേരൂർ ബാബുച്ചായൻ. അച്ഛൻ പറഞ്ഞല്ലോ, ഇനി വെല്ലൂർ CMC ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ വീണ്ടും ഒരവസരം കിട്ടിയാൽ അവിടെ ഇനി ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് അച്ഛൻ ഒരു വാക്ക് പറയുവാനായിട്ടായിരുന്നു. അതെന്താണ് അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം? തീർച്ചയായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തിയ ഒരു സ്ഥലമാണ് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് എനിക്ക് വീണ്ടും അവിടെ പോകാൻ ആഗ്രഹമാണ്. പിന്നെ അവിടുത്തെ ശുശ്രൂഷ, ആതുര ശുശ്രൂഷയിൽ പങ്കാളിയാകുക. എല്ലാവരും വേദനയിൽ കൂടെ കടന്നു പോകുന്നവരാ, പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവരാ. അവരോട് എന്തോ പറയാൻ നമുക്ക് ദൈവം വലിയൊരു സമ്പത്ത് തന്നിട്ടുണ്ട് ദൈവവചനത്തിൽ കൂടെ അവർക്ക് വിളമ്പി കൊടുക്കുവാൻ.
അത് അവർ വളരെ ആർത്തിയോട് വർഷിക്കുന്ന കാണാനുമുള്ള ഒരു 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 സാഹചര്യമാണ് വെല്ലൂർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. നാനാതരം ആൾക്കാർ അവിടെ വരുന്നുണ്ട്. അവിടെ പോയി അവരുടെ കൂടെ ഇരുന്ന് അല്പസമയം ആശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയുന്നെങ്കിൽ എത്ര ധന്യമായ കാര്യമാണ്. കർത്താവിൻ്റെ സ്നേഹം അവരോട് പങ്കുവെക്കാൻ കഴിയുന്നത് എത്ര ഭാഗ്യകരമായ കാര്യമാണ്. അങ്ങനെയുള്ളൊരവസരം ഒരിടവകയിലും എനിക്ക് കിട്ടത്തില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം അച്ഛൻ വിവിധ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുജനം അറിയണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? ഞാൻ ദൈവവേലയിൽ ആയി തീർന്ന് ഇനി ഒരു അവസരം എന്ത് ചെയ്യാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ദൈവവേലയേ ഉള്ളൂ. വേറൊരു പ്രൊഫഷനിലേക്ക് പോകാൻ ഇതിൽ മേൽത്തരമായ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത് ഏറെ അനുഗ്രഹമായി ഞാനത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് അവൻ്റെ വേലയ്ക്ക് വേണ്ടി. അതുപോലെ തന്നെ ഈ സഭയിൽ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ചതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ദൈവവചനത്തെ വിശ്വസിക്കുകയും ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുകയും സുവിശേഷ വേലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭയിലെ ഒരംഗമായി നിൽക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളുകൂടിയാണ് ഞാൻ. ഇവാഞ്ചലിസ്റ്റ് സഭയെക്കുറിച്ച് പറയുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി പറയേണ്ട ഒരു സഭയാണ് ഇവാഞ്ചലിസ്റ്റ് സഭ. കാരണം സുവിശേഷ വേലയ്ക്ക് വേണ്ടി നന്നായി സഹായിക്കുന്ന ഒരു സഭയാണ്. എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അതുമാത്രമല്ല, ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി വളരെ താല്പര്യത്തോടു കൂടി നിൽക്കുന്ന ഒരു സഭയാണ്. ഒരു ചെറിയ സമൂഹമാണെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് വേല ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇവാഞ്ചലിസ്റ്റ് സഭ എന്നാണ് എനിക്ക് സഭയെക്കുറിച്ച് മനസ്സിലായിട്ടുള്ളത്. അച്ഛൻ എന്താണ് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനായിട്ട്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇവാഞ്ചലിക്ക സഭ ഒരു പ്രത്യേക സഭയാണ് എന്ന് ഞാൻ പറയും. മറ്റുള്ള ഒരു സഭയുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു സഭയല്ല. അതിൻ്റെ പടിപ്പീരുകൾ പറഞ്ഞല്ലോ, ദൈവവചനവും വിശുദ്ധ ജീവിതവും സുവിശേഷ വേലയും, ഇതാണ് അതിൻ്റെ കോർ എന്ന് പറയുന്നത്. അതുപോലെ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം, ദൈവത്തെ ആരാധിക്കാൻ വളരെ സ്വാതന്ത്ര്യമാണ് ഈ സഭയിൽ. നമുക്ക് ഒരു വിശ്വാസിക്ക് ഏത് രീതിയിൽ ദൈവത്തെ ആരാധിക്കാം അതിനൊക്കെയുള്ളൊരു സ്വാതന്ത്ര്യം ഈ സഭ കൊടുക്കുന്നുണ്ട്. ഒരു ബാലൻസ്ഡ് ആയിട്ട് സുവിശേഷ ഉപദേശങ്ങളിൽ നല്ല ബാലൻസ്ഡ് സഭയാണ് ഇത്. അതുപോലെ തന്നെ ഈ ദൈവമക്കളുടെ ആയിട്ടുള്ള സുവിശേഷത്തെ സഹായിക്കുന്നത്, സുവിശേഷ വേലയെ സഹായിക്കുന്നത് ഒക്കെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. പല ഉപദേശങ്ങളിലും ഒരു ട്രഡീഷൻ, പാരമ്പര്യമായ ഉപദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ദൈവവചന ഉപദേശങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭയാണ്. ആരെയും അക്കോമഡേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് ഈ സഭയ്ക്കില്ല. അതും ഒരു പ്രത്യേകതയാണ്. എന്തായാലും അച്ഛനോട് ഇത്രയും സമയം വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചു. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ നമ്മുടെ സമയപരിമിതികൾ കൊണ്ട് ആണ് ചുരുക്കുന്നത്. താങ്ക് യു. എന്തായാലും അച്ഛനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ അതൊരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ തീർച്ചയായിട്ടും ഈ അച്ഛനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും, അച്ഛൻ്റെ നമ്പർ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം അച്ഛനെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.